AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററായ അവർ എർത്ത് എന്ന ചാപ്റ്ററാണ്, നമ്മുടെ ഭൂമി. അപ്പോൾ നമ്മുടെ ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, പിന്നെ ഓസോൺ, ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ, നിങ്ങൾക്ക് എർത്തിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? എർത്ത്, ഭൂമിയെ കുറിച്ച് എന്തൊക്കെ അറിയാം? സൗരയൂഥത്തിലെ ഒരു ഗ്രഹമാണ് ഭൂമി, അല്ലേ? സൗരയൂഥത്തിലെ ഒരു ഗ്രഹമാണ് ഭൂമി. എർത്ത് ഈസ് എ പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, അല്ലേ? പിന്നെ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിക്ക് എത്ര വർഷം പഴക്കമുള്ളത്? കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ട്, അല്ലേ? നമ്മൾ വസിക്കുന്ന ഈ ഭൂമിക്ക് കോടിക്കണക്കിന് വർഷം പഴക്കമുണ്ട്. ദ എർത്ത് വി ലിവ് ഓൺ ഈസ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡ്, അല്ലേ? പിന്നെന്തൊക്കെ അറിയാം എർത്തിനെ കുറിച്ച്? എർത്ത് ഈസ് സ്ഫെറിക്കൽ. എർത്തിന് ഏതാണ് ഷേപ്പ്? എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? ഗോളാകൃതിയാണ്, അല്ലേ? ഭൂമിക്ക് ഒരു ഗോളാകൃതിയാണ്, അല്ലേ? പിന്നെ ഇറ്റ് ടുക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു ഡെവലപ്പ് ലൈഫ് ആഫ്റ്റർ ഇറ്റ് റെയിൻഡ് കോൺസ്റ്റൻ്റ്ലി ഓൺ ദ സ്കോച്ചിങ് എർത്ത്. അതായത് ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ നിരന്തരം മഴ പെയ്തതിന് ശേഷം ദശലക്ഷക്കണക്കിന് വർഷമെടുത്തിട്ടാണ് ജീവൻ ഉത്ഭവിച്ചത്. അപ്പോൾ ഭൂമി ഇങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിലേക്കാണ് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷം ഇങ്ങനെ മഴ പെയ്ത് അങ്ങനെ കുറേ വർഷം എടുത്തിട്ടാണ് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത്. The air, water and soil are the conditions for the existence of life on the earth. അതായത് വായു, വെള്ളം, മണ്ണ് ഇവയൊക്കെയാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്, അല്ലേ? വേറെ ഏതൊക്കെ ഗ്രഹങ്ങൾ എടുത്തു നോക്കിയേ? വായു, വെള്ളം, മണ്ണ് ഇതുണ്ടോ? ഇല്ല. ഭൂമിയിലാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്, അതിനുള്ള സാഹചര്യം ഒരുക്കിയത്. ഓക്കെ. അതുപോലെ തന്നെ എർത്ത് ഈസ് ഓൾസോ ദ ഓൺലി പ്ലാനറ്റ് വേർ ലൈഫ് എക്സിസ്റ്റ്. അതായത് ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം കൂടിയാണ് ഭൂമി എന്ന് പറയുന്നത്, അല്ലേ? വേറെ എവിടെയെങ്കിലും ലൈഫ് ഉണ്ടോ? വേറെ എവിടെയെങ്കിലും ജീവൻ നിലനിൽക്കുന്നുണ്ടോ ഏതെങ്കിലും ഗ്രഹത്തിൽ? ഇല്ല. അപ്പോൾ എർത്തിലാണ് ജീവൻ നിലനിൽക്കുന്നത്, അല്ലേ? അപ്പോൾ എർത്തിനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളുമാണ്, അല്ലേ? എർത്ത് ഈസ് എ പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ദ എർത്ത് വി ലീവ് ഓൺ ഈസ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. എർത്ത് ഈസ് സ്ഫെറിക്കൽ. It took millions of years to develop life after it rained constantly on the scorching earth. ചുട്ടുപൊള്ളുന്ന എർത്ത് സ്കോച്ചിങ് എർത്ത് എന്ന് പറഞ്ഞാൽ. The air, water, soil are the conditions for the existence of life on earth. Earth is also the only planet where life exists. അപ്പോൾ നമുക്ക് എർത്തിനെ കുറിച്ചുള്ളൊരു ഔട്ട്ഡോർ കിട്ടി. ഒരു ഔട്ടർ ലെയർ നമുക്ക് കിട്ടി. ഇനി ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്, അതായത് എർത്തിൻ്റെ ഉള്ളറകളിലേക്ക്, എർത്തിൻ്റെ ഉൾഭാഗം അതെങ്ങനെയായിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ചെറിയ നോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എർത്തിൻ്റെ പുറമേയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി നമുക്ക് ഇൻറ്റീരിയർ. ഓക്കെ. ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത്. അതായത് എർത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ ഉപരിതലത്തേക്കാൾ വലിയ ചൂടാണ്.
അപ്പോൾ എർത്തിൻ്റെ പുറമെ കുറേ നമ്മൾ പറഞ്ഞു, എർത്ത് എങ്ങനെയാണ് ജീവൻ നിലനിൽക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എർത്ത് പുറമേയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എർത്തിൻ്റെ ഉള്ളിൽ, എർത്തിൻ്റെ ഇൻസൈഡിൽ എക്സ്ട്രീം ഹീറ്റാണ്, വലിയ ചൂടാണ് ഉള്ളത്. The temperature at the center of the interior is about 5500 degree Celsius. അതായത് നമ്മുടെ എർത്തിൻ്റെ ഉൾഭാഗത്ത് എക്സ്ട്രീം ഹീറ്റാണെന്നും പറഞ്ഞു. അതിൻ്റെ സെൻറ്ററിൽ, അതായത് ഇൻറ്റീരിയറിൻ്റെ സെൻറ്ററിൽ, ഉള്ളിൽ സെൻറ്ററിൽ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് പറയുന്നത്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒരു വെള്ളം തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചൂട് എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനും എത്രയോ മടങ്ങാണ് എർത്തിൻ്റെ സെൻറ്ററിൽ, എർത്തിൻ്റെ ഉള്ളിൽ, ഇൻറ്റീരിയറിൽ സെൻറ്ററിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ചൂടാണ് എർത്തിൻ്റെ ഉള്ളിലുള്ളതെന്ന്. The distance from the surface to the center of the earth is about 6371 കിലോമീറ്റേഴ്സ്. അതായത് നമ്മുടെ ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. മനസ്സിലായോ? അതായത് ഭൂമിയുടെ ഈ കേന്ദ്രത്തിലേക്ക് നമ്മൾ ഇൻറ്റീരിയർ, അതായത് 5500 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഇൻറ്റീരിയറിൻ്റെ അവിടേക്ക് എത്താനായിട്ട്, ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 6371 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം അവിടേക്ക് എത്താമെന്ന്. അപ്പം അത്രയും കിലോമീറ്ററാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്നാണ് പറയുന്നത്. ഹ്യൂമൻസ് കുഡ് റീച്ച് only up to 12 kilometers deep even with the help of safety devices and machine. അതായത് ഭൂമിയുടെ ഉള്ളിലേക്ക് മനുഷ്യൻ കടന്നിട്ടുണ്ട്. അത് സേഫ്റ്റി മെഷീൻസും ഡിവൈസസൊക്കെ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ അതിലേക്ക് കടന്നിട്ടുള്ളത്. അത് എത്ര കിലോമീറ്റർ മാത്രമാണ് മനുഷ്യൻ അതിലേക്ക് കടക്കാൻ പറ്റിയിട്ടുള്ളത്? വെറും 12 കിലോമീറ്റർ മാത്രം. അപ് ടു 12 കിലോമീറ്റേഴ്സ്. അത്ര മാത്രമാണ് മനുഷ്യന് തന്നെയല്ല, മനുഷ്യന് സേഫ്റ്റി ഡിവൈസസും മെഷീൻസൊക്കെ വെച്ചിട്ട് കിടക്കാൻ സാധിച്ചിട്ടുള്ളത് 12 കിലോമീറ്റർ മാത്രമാണ്. എത്രയുണ്ട് സെൻറ്ററിലേക്ക്? 6371 കിലോമീറ്റർ. ഇപ്പോൾ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി ഇല്ലേ? ഭൂമിയുടെ ഇൻറ്റീരിയറിൽ ഉള്ളിൽ എന്താണ്? എക്സ്ട്രീം ഹീറ്റാണ്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ? സെൻറ്ററിൽ എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ സെൻറ്ററിലേക്ക് എത്താൻ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? 6371 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കണം. മനുഷ്യൻ എത്രയാണ് അവിടേക്ക് സേഫ്റ്റി മെഷീൻസും അതുപോലെ തന്നെ സേഫ്റ്റി ഡിവൈസസൊക്കെ വെച്ചിട്ട് അവിടേക്ക് മനുഷ്യൻ എത്ര ദൂരം റീച്ച് ചെയ്യാൻ സാധിച്ചു? ആകെ 12 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റീരിയർ ഓഫ് ദി എർത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഔട്ട്ഡോർ പറഞ്ഞു, ഇൻറ്റീരിയർ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇത്തരത്തിലുള്ള ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയില്ലേ? ഇപ്പോൾ മനുഷ്യന്മാർ സഞ്ചരിക്കാണ്ട് തന്നെ നമുക്ക് കുറച്ച് മനുഷ്യന്മാർക്ക് ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് അതിലേക്ക് എത്താൻ പറ്റിയുള്ളൂ. പക്ഷേ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലെ തന്നെ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അതുപോലെ തന്നെ കുറേയധികം അതിൽ നിന്നും ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന വസ്തുക്കൾ, പിന്നെ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ, ഭൂകമ്പ സമയത്തെ തരംഗങ്ങളുടെ ചലന വിശകലനം എന്നിവയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതുപോലെയുള്ള കുറേ ഡീറ്റെയിൽസ്, കുറേ എന്താ പറയുക, ശാസ്ത്ര പഠനങ്ങളും നിഗമനത്തിലൂടെയൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ?
ഇത്ര കിലോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇത്ര എന്താ പറയുക ഇത്രയും ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂട് എന്നുള്ളതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, ഇതുപോലത്തെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നൊക്കെ ലഭിച്ച വസ്തുക്കളിൽ നിന്ന്, പിന്നെ ഗണികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ, വസ്തുക്കൾ, പിന്നെ ഭൂകമ്പ സമയത്തുള്ള എന്താ പറയുക തരംഗങ്ങളുടെ ചലന വിശകലനം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ദി എർത്താണ്. ഭൂമിയുടെ ഘടന എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഞങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കുക മക്കളെ, ഇതാണ് സ്ട്രക്ചർ ഓഫ് ദി എർത്ത്. അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ, ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ. കോറിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഔട്ടർ കോർ, ഇന്നർ കോർ. അപ്പോൾ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ ഉള്ളറയിലെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ. കോറിൽ തന്നെ 2 വരുന്നുണ്ട്, ഔട്ടർ കോർ, ഇന്നർ കോർ. The interior of the earth is divided into different layers. First one crust, second one mantle and third one core. ഓക്കെ, നോട്ട് ചെയ്തേക്കോട്ടോ. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ക്രസ്റ്റ് എന്താണ്, മാൻറ്റിൽ എന്താണ്, കോറ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വരുന്നതാണ് ക്രസ്റ്റ്. ഈ ചിത്രത്തിൽ നോക്കിക്കേ, ക്രസ്റ്റ് എവിടുത്തെ ഭാഗമാണ്? ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ക്രസ്റ്റ്. എർത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഒരു ലെയറാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. The crust is the outermost and the relatively thin layer of the earth. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭൂമിയുടെ ഉള്ളറയിലെ, അതായത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും നേർത്തതുമായ പാളിയാണ്, ആ ലെയറാണ് എന്ത്? ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ സ്ട്രക്ചറിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നതാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റ് ഏറ്റവും പുറമേയുള്ള ഭാഗം. അപ്പോൾ ഏറ്റവും പുറമേയുള്ളതും നേർത്തതുമായ, റിലേറ്റീവ്ലി തിന്നാണ്, വളരെ തിന്നായിട്ടുള്ള ഒരു പാളിയാണ് അല്ലെങ്കിൽ ഒരു ലെയറാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്, ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. The crust is the outermost and relatively thin layer of the earth. Thin layer of the earth. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ്. അതായത് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണെന്ത്? ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആ പുറമേയുള്ള പാളി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഖരരൂപത്തിലുള്ള പാറകളാൽ, അതായത് സോളിഡ് റോക്സ് കൊണ്ടാണ് ഈ ലെയർ നിർമ്മിച്ചിരിക്കുന്നത്. ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്. ക്രസ്റ്റിന് എത്ര ഭാഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്? 2 പാർട്സ് ആണ്, 2 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. അതായത് സമുദ്ര ഭൂവൽക്കം, പിന്നെ വൻകര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ് ക്രസ്റ്റിന് ഉള്ളത്. ഏതൊക്കെയാ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കം, ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കം. ഇതുപോലെ 2 ഭാഗങ്ങളാണ് ക്രസ്റ്റിനുള്ളത്. അപ്പോൾ 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ക്രസ്റ്റ്, റിലേറ്റീവ്ലി തിൻ ലെയർ ആണ്. ഈ ലെയർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സോളിഡ് റോക്സ് കൊണ്ടാണ്. ഈ ക്രസ്റ്റിന് 2 പാർട്സ് ആണ് ഉള്ളത്. ഇതൊക്കെ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദ ആവറേജ് തിക്നെസ് ഓഫ് ദി കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് അബൌട്ട് 30 കിലോമീറ്റേഴ്സ്. അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കത്തിന്റെ
ആവറേജ് തിക്നെസ്, അതായത് അതിൻ്റെ ഒരു കനം എന്ന് പറയുന്നത് 30 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ആ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ കനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? 30 കിലോമീറ്റേഴ്സ് ആണ്, 30 കിലോമീറ്റർ ആണ് എന്ന് പറയുന്നു. ഓക്കെ. ഇൻ മൗണ്ടൻ ഏരിയാസ്, അതായത് മൗണ്ടൻ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പ്രദേശത്ത് അല്ലെങ്കിൽ പർവ്വത പ്രദേശത്തൊക്കെ ഇത് എത്ര കിലോമീറ്റർ ആണ്? കോണ്ടിനെൻ്റൽ ക്രസ്റ്റിന് എത്ര തിക്നെസ് ആണുള്ളത്? 70 കിലോമീറ്റേഴ്സ് ആണ്. എത്രയാണ്? 70 കിലോമീറ്റേഴ്സ് ആണ്. ആവറേജ് തിക്നെസ് എന്ന് പറഞ്ഞാൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ ആവറേജ് തിക്നെസ് 30 കിലോമീറ്റേഴ്സ് ആണ്. മൗണ്ടൻ ഏരിയാസ് അല്ലെങ്കിൽ പർവ്വത പ്രദേശത്ത് ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 70 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ. ഇനി ആവറേജ് തിക്നെസ് ഓഫ് ദി ഓഷ്യാനിക് ക്രസ്റ്റ് എത്രയാണ്? അതായത് സമുദ്ര ഭൂവൽക്കത്തിൻ്റെ എന്താ പറയുക ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റേഴ്സ് ആണ്. എത്രയാണ്? 5 കിലോമീറ്റേഴ്സ് ആണ്, 5 കിലോമീറ്റർ ആണ്. അപ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തിക്നെസ് ഇല്ല, തിക്നെസ് കുറവാണ്. എന്നാൽ എന്താ പറയുക കോണ്ടിനെൻ്റൽ ക്രസ്റ്റിന് 30 കിലോമീറ്റേഴ്സ് ആണ്. അത് സമുദ്രത്തിലാവും, അത് മൗണ്ടൻ ഏരിയാസിലാവുമ്പോൾ 70 കിലോമീറ്റേഴ്സ് ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ ക്രസ്റ്റിനെ കുറിച്ച് പഠിച്ചു. ക്രസ്റ്റിൽ എത്ര പോയിന്റ് നമ്മൾ പഠിച്ചു? 6 പോയിന്റാണ് പഠിച്ചത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, റിലേറ്റീവ്ലി തിൻ ലെയർ ആണ്, വളരെ കനം കുറഞ്ഞ ഒരു ലെയർ ആണെന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റിൻ്റെ ലെയർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സോളിഡ് റോക്സും കൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്രസ്റ്റിന് 2 പാർട്സ് ആണുള്ളത്. ഏതൊക്കെ? കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഇത് ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെ? സമുദ്ര ഭൂവൽക്കവും അതുപോലെ തന്നെ വൻകര ഭൂവൽക്കാണുള്ളത്. ആവറേജ് തിക്നെസ് ഓഫ് ദി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എത്രയാണ്? 30 കിലോമീറ്റേഴ്സ് ആണ്. ഈ മൗണ്ടൻ ഏരിയാസിൽ എത്രയാണ്? 70 കിലോമീറ്റേഴ്സ് ആണ്. ആവറേജ് തിക്നെസ് ഓഫ് ദി ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് 5 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ മനസ്സിലോർത്ത് വെച്ചേക്കുക, പഠിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ലെയർ ആണ് ഇത്. ക്രസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പഠിച്ചതാണ് മാൻറ്റിലാണ്. ഏതാണ്? മാൻറ്റിൽ. അപ്പോൾ മാൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലും മാൻറ്റിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ മാൻറ്റിലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. മാൻറ്റിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്, അതായത് ഭൂവൽക്കത്തിന് താഴെ അല്ലെങ്കിൽ ക്രസ്റ്റിന് താഴെയുള്ള ഭാഗമാണ് ഇത് മാൻറ്റിൽ എന്ന് പറയുന്നത്. മാൻറ്റിൽ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന് അല്ലെങ്കിൽ ക്രസ്റ്റിന് തൊട്ട് താഴെയായിട്ടുള്ളതാണ് ലെയറാണ് ഇത് മാൻറ്റിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്, അതായത് എന്താ പറയുന്നത്? താരതമ്യേന കനമുള്ളതാണ് ഏത്? മാൻറ്റിൽ എന്ന് പറയുന്ന ലെയർ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു എബൌട്ട് 2900 കിലോമീറ്റേഴ്സ്, അതായത് ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ താരതമ്യേന കനമുള്ള ഒരു ലെയർ ആണെന്ന് നമ്മൾ പഠിച്ചു. ഭൂവൽക്കത്തിന് തൊട്ട് താഴെ അല്ലെങ്കിൽ ക്രസ്റ്റിന് തൊട്ട് താഴെയാണ് ഈ മാൻറ്റിൽ എന്ന് പറയുന്ന ഭാഗമുള്ളത്, ലെയർ ഉള്ളത്. അത് ഏകദേശം എത്ര കിലോമീറ്റർ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്? 2900, അതായത് 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ലെയർ എന്ന് പറയുന്നത്, മാൻറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ. ദ പാർട്ട് ഓഫ് ദി എർത്ത് ദാറ്റ് കംപ്രൈസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻറ്റിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. എന്താണ് പറഞ്ഞത്? ലിത്തോസ്ഫിയർ. അതായത് ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഒരു ഭാഗമാണ് എന്ത്? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? The part of the earth that comprises crust and upper part of the mantle. ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ടും തമ്മിലുള്ള ഒരു ഭാഗമുണ്ട്. അതിനെയാണ്, ആ പാട്ടിനെ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് പഠിച്ചേക്കോ കേട്ടോ. ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ഓക്കെ. Next, the part below the lithosphere, which is in a molten state due to the melting of rock particles or magma, is known as asthenosphere. അതായത് അതിന് താഴെ, അതായത് ലിത്തോസ്ഫിയറിന് താഴെ മാഗ്മ എന്ന് പറയുന്ന, അതായത് എന്താ പറയുക, ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ
ഈ മെൽറ്റിംഗ് റോക്സിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ മെൽറ്റിംഗ് ആയിട്ടുള്ള ഒരു റോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ മെൽറ്റിംഗ് ആയിട്ടുള്ള അഥവാ മാഗ്മ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മാഗ്മ ഇതിൽ കാണപ്പെടുന്നുണ്ട് ഒരു ഭാഗം ഇതിൻ്റെ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട്. അപ്പോൾ ലിത്തോസ്ഫിയറിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി, അതായത് സോളിഡ് റോക്സ് ഒക്കെ ഉരുകിയിട്ടുള്ള ഒരു മാഗ്മ ഒരു ഇതാണ് അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്, മോൾട്ടൺ സ്റ്റേറ്റ് അഥവാ അർദ്ധദ്രാവകം. ഫുള്ളായിട്ടല്ല, അർദ്ധദ്രാവകമായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ആസ്തനോസ്ഫിയർ ലിത്തോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ശിലാപദാർത്ഥങ്ങളൊക്കെ, ഈ സോളിഡ് റോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ ഉരുകിയിട്ട്, അതായത് മെൽറ്റിംഗ് ആയിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ അതൊരു ദ്രാവകാവസ്ഥയിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ പോർഷൻ ബിലോ ദ ആസ്തനോസ്ഫിയർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അതായത് ആസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു ലെയറാണ്. ഇത് റിലേറ്റീവ്ലി തിക്കാണ്. ഇത് എത്ര കിലോമീറ്ററോളാണ് വ്യാപിച്ച് കിടക്കുന്നത്? 2900 അഥവാ 2900 കിലോമീറ്റേഴ്സിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു ലെയറാണ്. പിന്നെ പറയുന്നത് ഇതിൻ്റെ അതായത് ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലിൻ്റെ പുറം ഭാഗവും തമ്മിലുള്ള ഒരു ഭാഗമുണ്ട്, ഒരു പാർട്ടുണ്ട്. അതിനെ പറയുന്നതാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഒക്കെ ഉരുകിയിട്ട് ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ കാണപ്പെടുന്നുണ്ട്. ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയറിൻ്റെ താഴ്ഭാഗം മൊത്തം സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്, അഥവാ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇതാണ് മാൻറ്റിലിനെ കുറിച്ച് പറയാനുള്ളത്. മാൻറ്റിൽ ഇതുപോലെ 6 പോയിന്റ് തന്നെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ലിത്തോസ്ഫിയർ ഉണ്ട്, ആസ്തനോസ്ഫിയർ ഉണ്ട്, അതുപോലെ തന്നെ തിക്കാണ്. അതിൻ്റെ തിക്നെസ് എത്ര കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നത് എന്നുള്ളത് 2900. അതുപോലെ തന്നെ മാൻറ്റിലിന് തൊട്ട് താഴെയായി ക്രസ്റ്റിന് തൊട്ട് താഴെയായിട്ടാണ് ഈ മാൻറ്റിൽ കാണപ്പെടുന്നത്, അതുപോലത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കും കേട്ടോ. പിന്നെ ഈ ആസ്തനോസ്ഫിയറിൻ്റെ ഈ ഭാഗം ഒരു മോൾട്ടൺ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ്, അതിനെയാണ് മാഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ലെയറാണ് ഈ എർത്തിൻ്റെ നെക്സ്റ്റ് ലെയറാണ് ഏത്? കോർ എന്ന് പറയുന്നത്. എന്താണ്? നെക്സ്റ്റ് ലെയറാണ് ഇത് കോർ എന്ന് പറയുന്നത്, അഥവാ കാമ്പ് എന്ന് പറയും. അപ്പോൾ മാൻറ്റിലിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ലെയറാണ് ഇത് കോർ എന്ന് പറയുന്നത്. ദ ലെയർ ബിലോ ദ മാൻറ്റിൽ ഈസ് ദ കോർ, അതായത് കാമ്പ്. മാൻറ്റിലിൻ്റെ തൊട്ട് ബിലോ ആയിട്ട് കാണപ്പെടുന്ന ഒരു ലെയറാണ് ഇത് കോർ അഥവാ കാമ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. അതായത് ഈ കോറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പുറക്കാമ്പ്, അകക്കാമ്പ്. അതായത് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ആയിട്ട് ഈ കോറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് വൈൽ ദ ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഔട്ടർ കോർ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിൽ അഥവാ ദ്രാവക രൂപത്തിലാണ് ഔട്ടർ കോർ കാണപ്പെടുന്നത്. ഇന്നർ കോർ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഔട്ടർ കോർ ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിൽ, ലിക്വിഡ് സ്റ്റേറ്റിലും, അതുപോലെ തന്നെ ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലുമാണ് കാണപ്പെടുന്നത്. ദ കോർ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് ലൈക്ക് നിക്കൽ, അയൺ. ഓക്കെ, nickel and iron. The core is mainly made up of the metals like nickel and iron. അപ്പോൾ ഇതിനെ the core is also known as NiFe. നിക്കൽ ആൻഡ് അയൺ. നിക്കലിൻ്റെ എന്താ പറയുക, ഇതെന്താണ്? നിക്കലിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? Ni ആണ്. അയണിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? Fe. സോ ഈ കോറിനെ പറയുന്ന പേരാണ് NiFe എന്ന് പറയുന്നത്. കോറ് മെയിൻലി മേഡപ്പ് ഓഫ് 2 മെറ്റൽസ് ആണ്. ഇതൊക്കെ നിക്കൽ ആൻഡ് അയൺ. സോ അതിനെ പറയുന്നതാണ് NiFe. കോറിനെ ഓൾസോ നോൺ ആസ് NiFe. Core is also known as NiFe. Okay. The temperature
in the inner core is about 5500 degree Celsius. ഓക്കെ, ഇന്നർ കോറിലെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പറഞ്ഞത്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും വായിച്ചായിരുന്നോ? വായിച്ചു അല്ലേ? ഇൻറ്റീരിയർ ഓഫ് ദി എർത്തിൽ വായിച്ചില്ലേ? ഇൻറ്റീരിയർ ഓഫ് ദി എർത്തിൽ ഏറ്റവും ഇൻറ്റീരിയറിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മൾ പഠിച്ചത്? 5500 ഡിഗ്രി സെൽഷ്യസ്. അതാണ് കോറ്. അപ്പോൾ ഇന്നർ കോറിന് കോറിൻ്റെ ഉള്ളിലത്തെ അല്ല ഇന്നർ കോറ്. അപ്പോൾ ഇന്നർ കോറിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത്, ചൂട് കൂടുതലുള്ളത് ഇന്നർ കോറിലാണ് അല്ലേ? അത് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ദ ലെയർ ബിലോ ദ മാന്റിൽ ഈസ് ദ core. It is divided into outer core and inner core. The outer core is in liquid state while the inner core is solid state. The core is mainly made up of two metals like nickel and iron. Hence the core is also known as NiFe. Okay, the temperature in the inner core is about 5500 degree Celsius. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് പഠിച്ചു. ഓക്കെ, ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാന്റില്, കോറ്. ക്രസ്റ്റ് എന്താണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ്, തിൻ ലെയറാണ്. അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സോളിഡ് റോക്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് പാർട്സ് ആണുള്ളത്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് എത്രയാണ്? 30 കിലോമീറ്റേഴ്സ് ആണ്. അത് മൗണ്ടൻ ഏരിയാസിലേക്ക് പോകുമ്പോൾ 70 കിലോമീറ്റേഴ്സ് ആവും. അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ 5 കിലോമീറ്റേഴ്സ് ആണ്. ഇനി മാന്റിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാന്റിൽ എൻ്റെ ലെയർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ലെയറാണ് മാന്റിൽ. ഇത് റിലേറ്റീവ്ലി തിക്കായിട്ടുള്ളതാണ്. എത്രത്തോളം വ്യാപിച്ച് കിടക്കുന്നത്? 2900 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നതാണ്. അതിൻ്റെ അതായത് ക്രസ്റ്റും അതുപോലെ തന്നെ മാന്റിലിൻ്റെ പുറം ഭാഗവും തമ്മിലുള്ള ഒരു ഭാഗമുണ്ട്. അതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയായിട്ട് മോൾട്ടൺ സ്റ്റേറ്റിൽ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് അഥവാ മാഗ്മ എന്ന ഇതിൽ ആസ്തനോസ്ഫിയർ എന്ന ഒരു ഭാഗം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്തനോസ്ഫിയറിന്റെ തൊട്ട് താഴെയായിട്ടുള്ള ഭാഗം എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആണ് കോർ എന്ന് പറയുന്നത്. കോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്നർ ലെയർ ആണ്, ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് കോർ എന്ന് പറയുന്നത്. അതായത് മാന്റിലിന് തൊട്ട് താഴെയായിട്ടാണ് കോർ കാണപ്പെടുന്നത്. കോറായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുമാണ് കാണപ്പെടുന്നത്. കോറിനെ മെയിൻലി 2 മെറ്റൽസ് കൊണ്ടാണ് കോർ മെയിൻലി മേഡപ്പ് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നിക്കൽ ആൻഡ് അയൺ. സോ അതിനെ പറയുന്നതാണ് കോറിനെ ഓൾസോ നോൺ ആസ് NiFe. സോ ടെമ്പറേച്ചർ ഓഫ് ദി ഇന്നർ കോറിന്റെ ടെമ്പറേച്ചർ എത്രയാണ് നമ്മൾ പഠിച്ചത്? 5500 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും ചൂട് കൂടുതലുള്ള സ്ഥലമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ കോറിനെ കോർ ഈസ് ഓൾസോ നോൺ ആസ് NiFe എന്ന്, നിഫെ എന്ന് കേട്ടോ. NiFe നിഫെ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് NiFe എന്ന് വായിച്ചെന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നിഫെ എന്ന് അറിയപ്പെടുന്നു എന്നും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ക്രസ്റ്റ് ഏതാണ്, മാന്റിൽ ഏതാണ്, അതുപോലെ തന്നെ കോർ ഏതാണ്, മനസ്സിലായില്ലേ? മാന്റിൽ തന്നെ കണ്ടില്ലേ ലിത്തോസ്ഫിയർ, പിന്നെ തന്നെ ഏതാണ്? ആസ്തനോസ്ഫിയർ. പിന്നെ കോറിൽ മുകളിലുള്ള ഭാഗം ഏതാണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ് ഔട്ടർ കോറ്. ഇന്നർ കോർ എന്ന് പറയുമ്പോൾ അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ ഇതൊക്കെയായിട്ടുള്ളൊരു പിക്ചറൈസേഷനാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കോട്ടെ. നമുക്കിത് കാണുമ്പോഴും പെട്ടെന്ന് ഭാഗങ്ങളൊക്കെ പഠിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അതുകൂടി നോട്ട് ചെയ്തേക്കോട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒരു വർക്ക് തരാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്ക് തന്നെയാണ്, എളുപ്പമാണ്. നമ്മുടെ ഈ സ്ട്രക്ചർ ഓഫ് ദി എർത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. ഇതിപ്പോൾ ഞാൻ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ നോട്ടും ഉണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് അതൊന്ന് എടുത്ത് എഴുതിയാൽ മതി. എളുപ്പമാണ് കേട്ടോ. ക്രസ്റ്റ്, മാന്റിൽ, കോറ്. ഇനി ഞാനത് പറഞ്ഞ് ഇതാക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പോൾ ഒന്നും കൂടി നിങ്ങളതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ, എഴുതിയേക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ട് ഹാപ്പി ഫേസും സാഡ് ഫേസും തന്നിട്ടുണ്ട്. അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, അതൊന്ന് വായിച്ച് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. ദ ക്രസ്റ്റ് ഈസ് ദ മോസ്റ്റ് സോളിഡ് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ്
ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ. ലിത്തോസ്ഫിയർ ഈസ് മേഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ. കറക്റ്റാണ്. ദ സ്തനോസ്ഫിയർ ഈസ് ദ മോൾട്ടൺ പാർട്ട് ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് പാർട്ടിക്കിൾസ്. കറക്റ്റാണ്. The outer core is the liquid state. Yes, the continental crust and the oceanic crust is the two parts of the crust. The core is also known as NIF. ഇത് ഫുൾ കറക്റ്റാണ്. സോ എല്ലാം ഹാപ്പി ഫേസ് തന്നെയാണ് വരിക. ഇതൊന്ന് ഒന്നുകൂടി നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഇതാക്കുക കേട്ടോ. ഓക്കെ. ഇനി നമ്മളോട് അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, ദ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം വിവരങ്ങളൊക്കെ ഗൂഗിളിൽ നിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളോട് ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് ടീച്ചർ തയ്യാറാക്കിയത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങളായിട്ട് എഴുതുക കേട്ടോ. ദ 3 ലെയർ ഓഫ് ദി എർത്ത് ഇൻക്ലൂഡ്സ് ക്രസ്റ്റ്, അതിൻ്റെ അതിൽ 1% ഓഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി എർത്ത്, mantle 84%, and the core, outer core and inner core together 15%. The earth is composed of many minerals. The interior of the earth, close to its center, is the core, which is mainly composed of iron and nickel. Inner core is the hottest part of the earth. The outer cover of the earth comprises of silicon, iron, magnesium, aluminium, oxygen and other minerals. The mantle, composed of molten rock materials and various minerals, is situated over the outer core. The seismologists study about the interior of the earth and the earthquakes with the help of earthquake waves. The study earthquake is നോൺ സീസ്മോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് എന്താ പറയുക, പഠിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതായത് ഭൂമിയുടെ 3 പ്രധാന പാളികളിൽ പുറന്തോട് അഥവാ എന്താ പറയുക ക്രസ്റ്റ്, മാന്റിൽ, കാമ്പ്, കോർ എന്നിവ ഉൾപ്പെടുന്നു. ഭൂമി പല വസ്തുക്കളാൽ നിർമ്മിതമാണ്. ഭൂമിയുടെ ഉള്ളിൽ അതിൻ്റെ കേന്ദ്രത്തിനോട് അടുത്തായിട്ട് ഭൂരിഭാഗവും നിക്കലും ഇരുമ്പും ചേർന്ന ഭൂമിയുടെ കാമ്പ് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ സിലിക്കൺ, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം, ഓക്സിജൻ, മറ്റു ധാതുക്കൾ എന്നിവ അടങ്ങിയ പാറകൾ കൊണ്ട് നിർമ്മിച്ച ഭൂമിയുടെ ആവരണം കാമ്പിന് മുകളിലാണ്. ആന്തരിക കാമ്പ് ഏറ്റവും ചൂടേറിയ പാളിയാണ്. അതുപോലെ ഭൂകമ്പങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ഭൂമിയുടെ ഉൾവശം പഠിക്കുവാനും ഭൂകമ്പ ശാസ്ത്രജ്ഞർ ഭൂകമ്പ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഭൂകമ്പ തരംഗങ്ങളെ നോക്കിയാണ് ഭൂമിയുടെ ഉൾവശത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പഠിക്കുന്നത്. ഭൂകമ്പ തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തേക്കോട്ടെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. ഭൂമിയുടെ അന്തരീക്ഷം, എർത്ത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷമൊക്കെ മാറിയത് എങ്ങനെയാണ്? അതായത് ഭൂമി എങ്ങനെയായിരുന്നിരുന്നത്? വളരെ ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥയിലാണ്. നമ്മൾ പഠിച്ചു തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് അല്ലേ. ഭൂമി ഇരുന്നിരുന്നത് വളരെ ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥയിലായിരുന്നു അല്ലേ. ആ ഒരവസ്ഥയിൽ നിന്ന് കുറേ അധികം മഴ പെയ്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തണുത്തിട്ടൊക്കെയാണ് എന്തുണ്ടായിട്ടുള്ളത്. കോടാനുകോടി വർഷങ്ങളെടുത്ത് സാവധാനം തണുത്തിട്ടാണ് എന്തുണ്ടായിരുന്നത്, ഭൂമി ഉണ്ടായതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഭൂമി ഈ ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിന്ന് തണുത്തു കുറഞ്ഞിട്ട് ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹം ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാക്കി ഇല്ലേ. ജീവജാലങ്ങൾക്ക് അതിൽ നിലനിൽക്കാൻ പറ്റുമെന്നൊരു സാഹചര്യം ഉണ്ടായി. അതെങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപഴുത്തൊരു ഗോളമായിരുന്നു ഭൂമി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നീട് നിരന്തരം പെയ്ത ഒരു മഴയിൽ തണുത്ത് തുടങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിലുണ്ടായിരുന്ന ഒട്ടനവധി വാതകങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തു അല്ലേ. അപ്പോൾ ക്രമേണ എന്തുണ്ടായി, നിരവധി വാതകങ്ങളുള്ള ഒരു വായുവിൻ്റെ ആവരണം ഭൂമിക്ക് ചുറ്റുമുണ്ടായി. ഈ ആവരണത്തെ നാം അന്തരീക്ഷം എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്, ഇത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, ഒരു ചുട്ടുപഴുത്തൊരു ഗോളായിരുന്നു. വളരെ ചുട്ടുപഴുത്ത ചൂടൊക്കെ ഇങ്ങനെ കൊണ്ട് നമ്മളൊരു തീയുടെ ഒരു ഇതുണ്ടാവില്ലേ, അതായത് തീക്കനലുണ്ടാവില്ലേ, അതേപോലെ അതുക്കും മേലെയെന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു ഭൂമി ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഗോളമായിരുന്നു ചുട്ടുപഴുത്തൊരു ഗോളമായിരുന്നു ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നിരന്തരം മഴ പെയ്ത് തണുത്ത് എന്തായി, ഭൂമിയിൽ നിന്ന് വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി.
തണുത്തുടങ്ങിയപ്പോൾ എന്തുണ്ടായി, നമ്മൾ ഈ ഈ തീക്കനലിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പുക പുറത്തേക്ക് വരില്ല, കണ്ടിട്ടില്ലേ? അതുപോലെ ഈ തീക്കനലിൽ വെള്ളം വീണ് അതായത് ഭൂമിയിൽ, ഈ ചുട്ടുപഴുത്ത ഭൂമിയിൽ വെള്ളം വീണ് മഴ പെയ്ത് അതിൽ നിന്ന് വാതകങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ ക്രമേണ ഈ നിരവധി വാതകങ്ങളൊക്കെ കൂടിയിട്ട് ഒരുമിച്ചായിട്ട് ഭൂമിയുടെ ചുറ്റും ഒരു ആവരണം ക്രിയേറ്റ് ചെയ്തു. ഭൂമിയുടെ ചുറ്റും ഒരു ആവരണം ഉണ്ടായി. ഇതിനെ പറയുന്നതാണ് എന്ത്? അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നീട് സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി എന്നാണ് പറയുന്നത്. പിന്നീട് സസ്യങ്ങളൊക്കെ വന്നു. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ എന്തായി? ഓക്സിജൻ പ്രകാശ സംശ്ലേഷണം വഴിയായിട്ട്, ഫോട്ടോസിന്തസിൻ്റെ ഒക്കെ വഴിയായിട്ട് എന്തായി? അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ അങ്ങോട്ട് നിറഞ്ഞു. ഓക്സിജനാൽ സമ്പന്നമായി നമ്മുടെ അന്തരീക്ഷം, അല്ലേ? ഇതുകൂടാതെ നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സാന്നിധ്യവും എവിടെയുണ്ട്? അന്തരീക്ഷത്തിലുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്, അല്ലേ? ഇവയൊക്കെയാണ് ജീവജാലങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനൊന്ന് ഇംഗ്ലീഷിലൊന്ന് ജസ്റ്റ് പറയാം. മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ദ എർത്ത് വാസ് എ ഹോട്ട് പ്ലാനറ്റ്. ഒരു ചുട്ടുപഴുത്ത ഒരു ഭൂമിയായിരുന്നു, അല്ലേ? ലേറ്റർ ഇറ്റ് സ്റ്റാർട്ടഡ് കൂളിംഗ് ഡ്യൂ ടു കോൺസ്റ്റന്റ് റെയിൻസ് ആൻഡ് ആസ് എ റിസൾട്ട് മെനി ഗ്യാസസ് വർ റിലീസ്ഡ് ഫ്രം ദ എർത്ത്. അപ്പോൾ അതിനുശേഷം എന്തായി? കുറേയധികം മഴ പെയ്തു, അല്ലേ? മഴ പെയ്തിട്ട് ഭൂമി എന്തായി? തണുത്ത് തുടങ്ങി. തണുത്ത് ചെയ്തപ്പോൾ എന്തുണ്ടായത്? അതിൽ നിന്നൊക്കെ എന്താണ് റിലീസ് ചെയ്തത്? ഗ്യാസസ്, അല്ലേ? മെനി ഗ്യാസസ് വർ റിലീസ്ഡ് ഫ്രം ദ എർത്ത്. ഇവൻച്വലി ആൻ എയർ കവർ കണ്ടെയ്നിങ് മെനി ഗ്യാസസ് വാസ് ഫോംഡ് അറൗണ്ട് ദ എർത്ത്. അതായത് ഇവൻച്വലി എന്തുണ്ടായി? നമ്മുടെ എയറിൽ കുറേയധികം ഗ്യാസസ് കൊണ്ട് നിറഞ്ഞിട്ട് നമ്മുടെ എർത്തിൽ ഒരു ആവരണം പോലെ, ഒരു റൗണ്ട് പോലെ എർത്തിൽ എന്തായി? ഗ്യാസസ് ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ദിസ് ഗേഷ്യസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദ എർത്ത് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ. ഈ ഭൂമിയെ പൊതിഞ്ഞിട്ടുള്ള ഈ ബ്ലാങ്കറ്റിനെ, ഗേഷ്യസ് ബ്ലാങ്കറ്റിനെ പറയുന്ന ഈ ഒരു പേരാണ്, എർത്തിനെ കവർ ചെയ്തിട്ടുള്ള ഇതിനെ പറയുന്നതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. വിത്ത് ദ ഒറിജിൻ ഓഫ് പ്ലാന്റ്സ് അല്ല, വിത്ത് ദ ഒറിജിൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒക്കെ, അതായത് സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ ദ അറ്റ്മോസ്ഫിയർ ബിക്കം റിച്ച് ഇൻ ഓക്സിജൻ ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. അതായത് ഈ സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ എന്തുണ്ടായി? ഫോട്ടോസിന്തസിസ് ഒക്കെ വഴിയായിട്ട് നമ്മുടെ ഭൂമിയിൽ ഓക്സിജൻ അങ്ങോട്ട് നിറഞ്ഞു, ഓക്സിജനാൽ സമ്പന്നമായി എന്നാണ് പറയുന്നത്. എ പാർട്ട് ഓഫ് ദീസ് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. ഓൾസോ എന്തൊക്കെ ഉണ്ടായി? അതിൻ്റെ കൂടെ നൈട്രജനും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഓൾ ദീസ് ഹാവ് ക്രിയേറ്റഡ് ഇൻ ദ കണ്ടീഷൻസ് ഫോർ ലിവിങ് തിങ്സ് ടു എക്സിസ്റ്റ്. ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഭൂമിയിൽ ലിവിങ് തിങ്സ് അഥവാ ജീവജാലങ്ങൾക്കൊക്കെ വസിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി നോട്ട് ചെയ്ത് പഠിച്ചേക്കോട്ടെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരും കേട്ടോ. അപ്പോൾ അതും കൂടി പഠിച്ചേക്കോട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ ഭൂമിയുടെ സംരചന എന്ന് പറയുന്നുള്ളൊരു ഭാഗം. ഭൂമിയുടെ അല്ല, അന്തരീക്ഷ സംരചന. അതായത് ഈ ഒരു ചിത്രം നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതായത് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതായത് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ ആർ ദ മേജർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന മേജർ ഗ്യാസസ് ആണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ എക്സെട്ര. ഓക്കെ, Nitrogen 78% and oxygen 21% are the most abundant gases in our atmosphere. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനും ഓക്സിജനുമാണ്. നൈട്രജൻ എത്രയാണ്? 78% നൈട്രജനാണ്. ഓക്സിജൻ എത്രയാണ്? 21% ആണ്. ഓക്കെ, ടുഗദർ ഇറ്റ് ഈസ് 99%. ഇത് രണ്ടും കൂടിയിട്ട് എത്രയാണ്? 99% ആണ് കാണപ്പെടുന്നത്. ബാക്കിയുള്ള ഗ്യാസാണ് 1% കാണപ്പെടുന്നത്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൽ ബാക്കിയുള്ള ഗ്യാസസ് ആണ് ഏത് 1% കാണപ്പെടുന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഓക്കെ,
അപ്പോൾ അതായത് കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ പഠിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു 10,000 കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ വരെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഏതാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. സോ അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ടാണ് ജീവൻ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാണ്ടുള്ള ബാക്കിയുള്ള വാതകങ്ങളാണ് നമ്മളിപ്പോൾ നേരത്തെ നോക്കിയത്. ഏതൊക്കെ? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ തുടങ്ങി നൈട്രജൻ എന്നിവയൊക്കെ. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനും ഓക്സിജനുമാണ്. ബാക്കി 1% ആണ് ഏതുള്ളത്? ബാക്കിയുള്ള വാതകങ്ങളൊക്കെ ഉള്ളത്. ഓക്സിജൻ 21%, നൈട്രജൻ എത്രയാണ്? 78% നൈട്രജനാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു. പിന്നെയുള്ളത്, അതായത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യതാപം ഏറ്റിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് പോകുന്നുണ്ട് ഇല്ലേ? സൂര്യൻ്റെ ചൂട് കൊണ്ട് ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? The process by which water from the earth's surface heated by the sun and reaches the atmosphere as vapor is called evaporation എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമാണ് ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൺലി അപ് ടു 90 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ നിന്നും 90 കിലോമീറ്റർ വരെയാണ് എന്ത് ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളത് എന്നാണ് പറയുന്നത്. A part from the gases and water molecules, dust particles are also the part of the atmosphere. അതായത് വാതകങ്ങൾ, ജലതന്മാത്രകൾ മാത്രമല്ല എന്തുള്ളത്, അതിന് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജലതന്മാത്രകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞു വാതകങ്ങളുണ്ട്. വാതകങ്ങളുടെ എന്തൊക്കെ വാതകങ്ങളാണ് കൂടുതലുള്ളത്, ഏതാണ് കുറവുള്ളതെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞു? ജലതന്മാത്രകളുണ്ട്. അത് 90 കിലോമീറ്റേഴ്സ് വരെയാണ് അതിൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിൽ 90 കിലോമീറ്റേഴ്സ് വരെ മാത്രമാണ് ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം ഉള്ളത്, അല്ലെങ്കിൽ വാട്ടർ വേപ്പറിൻ്റെ സാന്നിധ്യം ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? അതായത് സൂര്യതാപം ഏറ്റിട്ട്, സൂര്യൻ്റെ ചൂടേറ്റിട്ട് ജലനീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുമ്പോൾ. സോ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ട്. അപ്പോൾ വാതകങ്ങളും ജലതന്മാത്രകളും മാത്രമല്ല അവിടെയുള്ളത്. ഏതൊക്കെയുണ്ട്? പൊടിപടലങ്ങളും കൂടി ഉണ്ട് അന്തരീക്ഷത്തിൽ. അപ്പോൾ എന്താ പറയുക, വാട്ടർ വേപ്പർ കണ്ടൻസസ് dust particles are usually found in the atmosphere near the earth surface. അതായത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊടിപടലങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? പൊടിപടലങ്ങൾ കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അതായത് ഒന്ന് വായിക്കാം. Water vapor condenses around the fine dust particles in the atmosphere to form clouds. Hence, these fine dust particles in the atmosphere, ഈ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതായത് നേർത്ത പൊടിപടലങ്ങളെ പറയുന്ന, അറ്റ്മോസ്ഫിയറിലുള്ള ഈ നേർത്ത പൊടിപടലങ്ങളെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒന്നുകൂടി വായിക്കാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചിട്ട് മേഘങ്ങൾ രൂപപ്പെടുന്നു. എങ്ങനെയാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചിട്ടാണ് എന്ത്? മേഘങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ അതിനാൽ ആ എന്താ പറയുക, അന്തരീക്ഷത്തിലെ ആ നേർത്ത പൊടിപടലങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ?
ഇപ്പം നമുക്ക് മനസ്സിലായി വാതകങ്ങൾ എങ്ങനെയുണ്ടായിട്ടുള്ളത്, പിന്നെ ജലതന്മാത്രകൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തിയതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് വാതകങ്ങൾ എങ്ങനെ ഉണ്ടായത്? ഈ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് തണുത്തുറഞ്ഞ്, അതായത് മഴ പെയ്ത് തണുത്തുറഞ്ഞ് അതിൽ നിന്ന് വാതകങ്ങൾ പുറത്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. ജലതന്മാത്രകൾ എങ്ങനെയാണ്, അതായത് സൂര്യൻ്റെ ചൂടേറ്റിട്ട് ഈ ജലകണികകളൊക്കെ, അതായത് അന്തരീക്ഷത്തിലേക്ക് ഈ നീരാവിയായിട്ട് പോകുന്നു. എന്നിട്ട് അതിനെയാണ് ഇവോപ്പറേഷൻ എന്ന ഇതിലൂടെ ജലബാഷ്പങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പൊടിപടലങ്ങൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ്, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്? The ways through which the dust particles reach the atmosphere. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്? ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്, അതായത് കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവയാണ് അല്ലേ? കാറ്റിൽ നിന്ന് ഭൂമിയിലൂടെ ഉയർത്തപ്പെടുന്നത്. ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്. ഓക്കെ. നെക്സ്റ്റ്, കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻസ്, അതായത് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവയുണ്ടാവും പൊടിപടലങ്ങൾ. പിന്നെ ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മീറ്റിയോറ്റേഴ്സ്. ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മീറ്റിയോഴ്സ്, അതായത് ഉൽക്കകളുണ്ടല്ലോ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, അതിൽ നിന്നും പൊടിപടലങ്ങൾ ഉണ്ടാവാം. പിന്നെ ആഷ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് വേരിയസ് കമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഓഫ് മാൻ, അതായത് മനുഷ്യൻ്റെ വിവിധ വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പൊടിപടലങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്? ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ്, കമ്മിങ് ഔട്ട് ഡ്യൂറിങ് വോൾക്കാനിക് ഇറപ്ഷൻസ്, ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ബേണിംഗ് ഓഫ് മീറ്റിയോഴ്സ്, ash produced as a result of various commercial and industrial activities of man. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നൊരു കാര്യമാണ് ഹൗ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. അതായത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു, എങ്ങനെയൊക്കെയാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അന്തരീക്ഷം നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നത്? ദ അറ്റ്മോസ്ഫിയർ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ മെയിൻറ്റെയിനിങ് ദ ഹാബിറ്റാറ്റ് നെസസറി ഫോർ ദ സർവൈവൽ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അതായത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്കാണ് അന്തരീക്ഷം വഹിക്കുന്നത്. ദ അറ്റ്മോസ്ഫിയർ ഈസ് ദ റീസൺ for the various phenomena we experience in the weather. അതായത് കാലാവസ്ഥയിൽ നാം അനുഭവിക്കുന്ന വിവിധ പ്രതിഭാസങ്ങൾക്ക് കാരണം എന്താണ്? അന്തരീക്ഷം തന്നെയാണ് അല്ലേ? The occurrence of rain and sun protecting living organisms from the harmful rays of the sunlight is because of the atmosphere. അതായത് മഴയും വെയിലും ഉൾപ്പെടെ ഉണ്ടാകുന്നതും ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്നും ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിലും അന്തരീക്ഷത്തിന് വലിയ ഒരു പങ്കുണ്ട്. The atmosphere plays a major role in the providing air for breathing, water for drinking and soil for plant growth. അതായത് ശ്വസിക്കാൻ ആവശ്യമായ വായുവും കുടിക്കാൻ ആവശ്യമായ ജലവും സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണുമൊക്കെ ഒരുക്കി നൽകുന്നതിൽ അന്തരീക്ഷം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇൻ ഷോർട്ട്, ദ അറ്റ്മോസ്ഫിയർ പ്ലേസ് എ മേജർ റോൾ ഇൻ ഡിറ്റർമിനിങ് ദ വേ ഓഫ് ലൈഫ് ഓഫ് മാൻ. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിത രീതി നിശ്ചയിക്കുന്നതിൽ അന്തരീക്ഷത്തിന് വലിയൊരു പങ്കാണുള്ളത്. അപ്പം എന്തൊക്കെയാണ്, അതായത് കാലാവസ്ഥയിലുള്ള നാം അനുഭവിക്കുന്ന വിവിധ പ്രതിഭാസങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മഴയും വെയിലും ഉൾപ്പെടെ ഉണ്ടാകുന്നത്, അതുപോലെ ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതും ഒക്കെ അന്തരീക്ഷത്തിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ശ്വസിക്കാൻ ആവശ്യമായ വായുവും കുടിക്കാൻ ആവശ്യമായ ജലവും സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണൊക്കെ ഒരുക്കി നൽകുന്നത് ആരാണ്? അന്തരീക്ഷമാണ് അല്ലേ? അപ്പോൾ ചുരുക്കത്തിന് എന്താണ് പറയുന്നത്? മനുഷ്യൻ്റെ ഒരു ജീവിത രീതി നിശ്ചയിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ ആണെന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷവായു, അന്തരീക്ഷത്തിലെ ജലാംശം, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എന്നിവയെല്ലാം എങ്ങനെയെല്ലാം സഹായകമാകുന്നു എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. Atmospheric air, water particles in the atmosphere, dust particles in the atmosphere. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയർ എങ്ങനെയാണ് സഹായകമാകുന്നത്, അതായത് ജീവൻ നിലനിർത്താൻ എങ്ങനെയാണ് സഹായകമാകുന്നതെന്നാണ് ചോദിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് എയർ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ ദ എർത്ത്. അറ്റ്മോസ്ഫിയറിക് എയർ വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് റോളാണ് നമ്മുടെ എർത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ട് നമുക്ക് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്സിജൻ കണ്ടെയ്ൻഡ് ഇൻ ദ എയർ ഹെൽപ്പ് അസ് ടു സസ്റ്റെയിൻ അവർ ലൈഫ്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായി ഓക്സിജൻ എന്തുണ്ട്, എവിടെയുണ്ട്, എയറിലുണ്ട് അല്ലേ. അപ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യുന്നത് എയർ അറ്റ്മോസ്ഫിയറിക് എയറിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ അത് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വായുവാണല്ലേ. അതുപോലെ തന്നെ ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജൻ എക്സെട്ര ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഗ്യാസസും എന്തിലുണ്ട്, ഈ അറ്റ്മോസ്ഫിയറിക് എയറിലുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും. സോ അറ്റ്മോസ്ഫിയറിക് എയർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. ഹെൽപ്പ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ ദ എർത്ത്. നെക്സ്റ്റ് വരുന്നതാണ് വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. വാട്ടർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ജലകണികകൾ. ദ ഹ്യൂമിഡിറ്റി ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ്സ്. അതായത് അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി, അതായത് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അന്തരീക്ഷത്തിലെ ജലാംശം സൃഷ്ടിക്കുന്ന ഒരു ഇതുണ്ട്, ആർദ്രത എന്ന് പറയും. അപ്പം അത് സസ്യങ്ങളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ദ ഹ്യൂമിഡിറ്റി ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ്സ്. ഹ്യൂമിഡിറ്റി എന്താണ്? ജലബാഷ്പം. ഒരു ഹ്യൂമിഡിറ്റി എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റി പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അതെങ്ങനെയാണ് സഹായകമാകുന്നത്? വാട്ടർ വേപ്പർ കണ്ടൻസസ് around the fine dust particles in the atmosphere to form clouds and it turns into rain. അല്ലേ, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മൾ പഠിച്ചില്ലേ, മേഘങ്ങൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് അത് പിന്നീട് എങ്ങനെയായിട്ട് മാറും? മഴയായിട്ട് മാറും അല്ലേ. അങ്ങനെയാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും എങ്ങനെ നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ 3 കാര്യങ്ങളും, അന്തരീക്ഷത്തിലെ വായു, അന്തരീക്ഷത്തിലെ ജലാംശം, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് എയർ, വാട്ടർ പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ, നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ എർത്തിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അല്ലേ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ. എന്തിൻ്റെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ഭൂമിയെ മലിനമാക്കുന്ന കുറച്ച് സാഹചര്യങ്ങൾ ഒരുക്കുന്ന ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ടഡ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പോയിസണസ് ഗ്യാസ് ഫ്രം ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. എന്താണ് ഫസ്റ്റത്തെ? എന്താണ്? വ്യാവസായിക വാണിജ്യശാലകളിൽ നിന്നുള്ള വിഷപ്പുക അല്ലേ. നെക്സ്റ്റ് വൺ, സ്മോക്ക് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്, വാഹനങ്ങളിൽ നിന്നുള്ള പുക. തേർഡ് വൺ, സ്മോക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്, അതർ കെമിക്കൽ ആൻഡ് സബ്സ്റ്റൻസസ്. അതായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ കത്തിക്കുന്നത് മൂലമുള്ള പുക. പിന്നെ ഹീറ്റ് ആൻഡ് സ്മോക്ക് പ്രൊഡ്യൂസ്ഡ് വെൻ ഹേ ആൻഡ് സ്റ്റബിൾസ് ബേൺ ഇൻ ദ ഫീൽഡ്സ് ആഫ്റ്റർ ഹാർവസ്റ്റ്. അതായത് വൈക്കോൽക്കൂന ഉൾപ്പെടെ കൃഷിക്ക് ശേഷമുള്ള അവശിഷ്ട വസ്തുക്കൾ കത്തിക്കുന്നത് മൂലമുള്ള ചൂടും പുകയും. നെക്സ്റ്റ് വൺ, എക്സസ് യൂസ് ഓഫ് ഫയർ ക്രാക്കേഴ്സ്, പടക്കങ്ങളുടെ അമിതമായ ഉപയോഗം.
നെക്സ്റ്റ് വൺ, സ്മോക്ക് ആൻഡ് ആഷ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന പുകയും ചാരവും. ഇതൊക്കെയാണ് എന്ത്, അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ചില ഘടകങ്ങൾ. അതിൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അന്തരീക്ഷ മലിനീകരണത്തിന് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന് കാരണമാകുന്ന കോസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സിറ്റീസ്? അതായത് വ്യാവസായിക നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കൂടുതലാകാൻ കാരണമെന്ത്? വ്യാവസായിക നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കൂടുതലാകാൻ കാരണമെന്ത്? എന്താണ്? വാട്ട് കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ സിറ്റീസ്? എന്തായിരിക്കാം കാരണം? അതായത് വ്യാവസായിക നഗരങ്ങളിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഫാക്ടറികളിൽ നിന്നും, അതുപോലെ തന്നെ ഇതുപോലെ ഓരോ കെമിക്കൽ ഫാക്ടറീസ് ഒക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന പുകയിൽ ഒട്ടനവധി പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസല് തുടങ്ങിയവയൊക്കെ കത്തുന്നതോടെ എന്താണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളാണ് കൂടുതലായിട്ട് പുറത്തു വരിക. ഈ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങളൊക്കെ കത്തുന്നതിൻ്റെ ഫലമായിട്ട് ഇതുപോലത്തെ വാതകങ്ങളാണ് കൂടുതലായിട്ട് പുറത്തേക്ക് വിടുക. അപ്പോൾ അത് നമ്മുടെ വായുവിലേക്ക് കൂടുതലായിട്ട് കലരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ കത്തിക്കുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങി നിരവധിയായ വാതകങ്ങൾ അമിതമായിട്ട് എന്തിലേക്ക്, നമ്മുടെ വായുവിലേക്ക് കലരുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും എന്തിനൊക്കെ കാരണമാകാണ്? അമ്ലമഴ, പുകമഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങൾക്കൊക്കെ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇത്തരം വാതകങ്ങൾ ശ്വസിക്കുന്നത് വഴി പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ സാധ്യതയേറുന്നുണ്ട്. ഇത് വായുവിലേക്ക് കലരുമ്പോൾ പ്രതിഭാസങ്ങൾ കുറേയധികം നാച്ചുറലായിട്ട് അതായത് മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറിക്കിൻ്റെ ഇതിൽ പൊല്യൂട്ടഡ് ആവല്ലേ, അപ്പോൾ അത് വഴിയായിട്ട് അമ്ലമഴ, പുകമഞ്ഞ് തുടങ്ങിയിട്ടുള്ള പ്രതിഭാസങ്ങളൊക്കെ വരികയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് ശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്? ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, പക്ഷാഘാതം തുടങ്ങിയവയ്ക്കൊക്കെ സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കോ. ഞാൻ ഒന്ന് വായിക്കാം. Smoke emitted from factories as a result of various activities in industrial cities contains many chemicals. The burning of coal, petroleum fuels, diesel, etc. required for industrial activities releases many gases such as carbon dioxide, sulfur dioxide, carbon monoxide into the air. This often lead to the phenomena like acid rain and smoke. Inhalation of these gases can also lead to increased possibilities of stroke, heart attack and lung diseases, etc. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ എന്തൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്? ഒരു ചെടി നടുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്, സോളാർ പാനലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈക്കിള് ഓടിക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇലക്ട്രിക് ഒരു ബസ്സിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് നമുക്ക് എങ്ങനെയൊക്കെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറയ്ക്കാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, നമുക്കതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? അതായത് എന്താണ്, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ഉള്ള ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു നോട്ട് നമുക്ക് എഴുതി നോക്കാം. എന്തൊക്കെയാണ് ഇത്? ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം നമുക്ക്? അതായത് ഒന്ന് വായിക്കാം ടീച്ചർ. അതായത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് നമുക്ക് അനുവർത്തിക്കാവുന്ന ചില മാർഗങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താ? വനവൽക്കരണമാണ് അല്ലേ?
ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കുറേയധികം വൃക്ഷങ്ങൾ വെട്ടിമുറിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൃക്ഷങ്ങൾ ഇല്ലാതാകുന്നതോടെ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ അളവിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവ് കുറവ് വരികയാണ് ചെയ്യുന്നത്. ഓക്സിജന്റെ അളവിന് കുറവ് വരികയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് തണലൊരുക്കുന്നതിനും ശുദ്ധവായു ലഭിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും ഒക്കെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഫസ്റ്റത്തെ ചിത്രത്തിൽ നമുക്കത് മനസ്സിലാക്കാം. സെക്കൻഡ് ചിത്രം എന്താണ്? സോളാർ പാനലിൻ്റെ ചിത്രമാണ് അല്ലേ. സോളാർ പാനൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് സൂര്യനിൽ നിന്നുള്ള നേരിട്ടുള്ള ഊർജത്തെ നമുക്ക് ഉപയോഗത്തിലേക്ക് ആക്കുന്നതിനാണ് സോളാർ പാനൽ യൂസ് ചെയ്യുന്നത്. എന്തിലേക്ക്? ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സൂര്യൻ നമുക്ക് വളരെ ചീപ്പായിട്ട് ഒരു പൈസയും കൊടുക്കാണ്ട് നമുക്ക് നേരിട്ട് കിട്ടുന്ന ഊർജ്ജമാണ് അല്ലേ. അപ്പോൾ ആ ഊർജ്ജത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗമാക്കുന്നത്? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അല്ലേ. അപ്പോൾ ഊർജ്ജോൽപാദനത്തിനായിട്ട് നമുക്ക് ഈ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തേർഡ് ചിത്രം എന്താണ്? അതായത് പെട്രോൾ, ഡീസൽ തുടങ്ങിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ കുറേയധികം ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ തുടങ്ങിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അവയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുക, അതായത് കാർബൺ മോണോക്സൈഡ് പോലുള്ള പുകകളാണ്, വാതകങ്ങളാണ് അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത്. അത് നമ്മുടെ അന്തരീക്ഷത്തിന് വളരെയധികം ഹാനികരമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈക്കിള് പോലുള്ള പ്രകൃതിക്ക് ദോഷമാകാത്തതും ആരോഗ്യം നൽകാൻ സഹായിക്കുന്നതുമായുള്ള ഗതാഗത മാർഗങ്ങൾ നമ്മൾ എന്താ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാതെ പ്രകൃതിവാതകങ്ങൾ ഉപയോഗിച്ചോടുന്ന ബസ്സുകളുണ്ട്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയവയൊക്കെ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അഥവാ അന്തരീക്ഷ മലിനീകരണം റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. ഇതുകൂടാതെ നാം വീട്ടിൽ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ ഉപകരണങ്ങളുടെ കാര്യക്ഷമതയെയും ഉപയോഗ രീതിയെക്കുറിച്ചുമൊക്കെ കൃത്യമായി ക്രമീകരിച്ചാൽ പോലും നമുക്ക് അന്തരീക്ഷ മലിനം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രകൃതിക്ക് ഗുണമായ രീതിയിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതുപോലെയുള്ള എന്താ പറയുക, നമ്മൾ പ്ലാന്റ് നട്ടുപിടിപ്പിക്കൽ, സോളാർ പാനൽ യൂസ് ചെയ്യൽ, അതുപോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, അതുപോലെ തന്നെ അന്തരീക്ഷത്തെ മലിനമാകാത്ത സാഹചര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കാതെ ഇരിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ അത് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കാം. The picture shows various measures that we can follow to reduce atmospheric pollution. One of the most important of them is forestry. Lot of these trees were lost due to various development activities. With the deforestation, there is considerable decrease in the amount of vital air in the atmosphere. Therefore, it is important to plant more trees to provide us with shade, to get fresh air and to prevent soil erosion. Secondly, is to encourage the use of solar energy. If we use the energy directly from the sun, it will cheaper and we can avoid the other methods we use for energy protection. The third one, another way is to avoid vehicles that run on fossil fuels like petrol, diesel, etc. as much as possible. The smoke and the gases like carbon monoxide they emit are harmful to our atmosphere. We need to make transportation methods that do not harm to the nature and help in providing health like bicycles as a part of our life, and using natural gas instead of fossil fuels. If we start using electric vehicles more often, we can reduce the air pollution. Moreover, if you use fuel efficient appliances and regulate the use of power in our home, we can reduce atmospheric pollution. We have to develop an eco-friendly lifestyle is the best solution. ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയറിലെ വിവിധ ലെയേഴ്സ്. ഓക്കെ, അന്തരീക്ഷത്തിൽ വിവിധ പാളികളുണ്ട്, ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. ഓക്കെ,
അത് നമുക്ക് പഠിക്കാം. അഞ്ച് ഡിഫറെൻറ്റ് ലെയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 5 പാളികളായിട്ടാണ് അന്തരീക്ഷത്തിൽ തിരിച്ചിരിക്കുന്നത്, 5 പാളികളായിട്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ, സെക്കൻഡ് വൺ സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. ഏറ്റവും മുകളിലുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഇത് എക്സോസ്ഫിയർ. ഏറ്റവും താഴെ ഭാഗത്തുള്ളതാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ഫസ്റ്റ് ലെയർ ട്രോപ്പോസ്ഫിയർ ആണ്. ഇറ്റ്സ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. എന്താണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. എന്താ പറയുന്നത്? അതായത് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഓക്കെ, the height range about 8 kilometers at the poles to 18 kilometers at the equator. This is because the temperature is high in the equatorial region. അതായത് ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ചൂട് കൂടുതലായതിനാൽ ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരം ഉണ്ടായിരിക്കും ട്രോപ്പോസ്ഫിയറിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ ദൂരമാണ്. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ചൂട് കൂടുതലായതിനാൽ ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരം ഉണ്ടായിരിക്കും. ഓക്കെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ ദിസ് ലെയർ. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. അതായത് പൊടിപടലങ്ങളും ബാഷ്പവും കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേഘങ്ങൾ ഉണ്ടാവുക, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ ഈ ലെയറിലാണ് സംഭവിക്കുന്നത്. ഈ ലെയറിൻ്റെ ഭാഗത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, an important feature of troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface of the earth. This is called normal lapse rate. അതായത് ഭൗമ ഉപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിൽ ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും താഴത്തെ പാളി അല്ലെങ്കിൽ ഏറ്റവും ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. പിന്നെ എന്താ പറയുന്നത്, ഇവിടുന്ന് ഇറ്റ് ഹാസ് ആവറേജ് ഹൈറ്റ് എത്രയാണ്? 13 കിലോമീറ്റർ ആണ്. എർത്ത് സർഫസിൽ നിന്നും 13 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ദ ഹൈറ്റ് റേഞ്ച് ഈസ് അബൌട്ട് 8 കിലോമീറ്റർ അറ്റ് ദ പോൾസ് ആൻഡ് 18 കിലോമീറ്റർ അറ്റ് ദ ഇക്വേറ്റർ. പോൾസിൽ നിന്ന് 8 കിലോമീറ്ററും പിന്നെ ഇക്വേറ്ററിൽ നിന്ന് 18 കിലോമീറ്ററുമാണ് അതിൻ്റെ ഹൈറ്റ് റേഞ്ച് വരുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ദ ഇക്വേറ്റോറിയൽ റീജിയൻ. അതായത് ഇക്വേറ്ററിൽ 18 കിലോമീറ്റർ ഇത് ഹൈറ്റ് ഇതാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഹൈ ആണ്. ഇക്വേറ്റോറിയൽ റീജിയനിൽ ടെമ്പറേച്ചർ ഹൈ ആയത്, ചൂട് കൂടുതലായതിനാൽ എന്താ പറയുക, ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെ ഉയരം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പൊടിപടലങ്ങൾ അതുപോലെ തന്നെ ബാഷ്പമൊക്കെ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് അവിടെ മേഘങ്ങൾ ഉണ്ടാവല്, മഴ, മഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ കാണിക്കുന്നത് ഈ ലെയറിലാണ്. അതുപോലെ തന്നെ ഉപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നുണ്ട്. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഇതാണ് ട്രോപ്പോസ്ഫിയറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെയറിലേക്ക് പോകാം. നെക്സ്റ്റ് ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് അബവ് ദ ട്രോപ്പോസ്ഫിയർ. അതായത് ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള പാളിയാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ആവറേജ് ഹൈറ്റ് ഈസ് അബൌട്ട് 50 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ ആണ് ഉയരം. ഓക്കെ,
In the stratosphere, the temperature increases after a specific height. The ozone layer is in the stratosphere. It stands at an altitude of about 25 km from the surface. അതായത് ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ പാളിയാണ് ഭൂമിയുടെ സുരക്ഷാ കവചമായ ഓസോൺ പാളിയുള്ളത്. ഓക്കെ, ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം ഇങ്ങനെ വർദ്ധിച്ചു വരും, താപം അതായത് ചൂട് കൂടി വരുന്നുണ്ട്. ഈ പാളിയിലാണ് ഭൂമിയുടെ സുരക്ഷാ കവചമായ ഓസോൺ പാളി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത്. ഉപരിതലത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സ്ട്രാറ്റോസ്ഫിയറിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ലെയറാണ് ഇത് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. This atmospheric layer extends from about 50 km to 80 km above the stratosphere. അതായത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഏത് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫിനോമിനൻ ഓഫ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഈസ് പ്രസന്റ് ഇൻ ദിസ് ലെയർ ഓൾസോ. അതായത് ഇവിടെ എന്താണ്, ഉയരം കൂടുന്തോറും എന്താണ് ചൂട് കൂടി വരുന്നുണ്ട്, ഉയരം കൂടുന്തോറും എന്താണ് താപം കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. ഇവിടെയും ഉയരം കൂടുന്തോറും ചൂട് കുറയാണ് ചെയ്യുന്നത്. Okay, the phenomenon of decrease in temperature with the increase of height is present in this layer also. At an altitude of about 80 km from the surface, the temperature drops to 100 degrees Celsius. The lowermost temperatures in the atmosphere is experienced here. അതായത് ഭൗമ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴും, അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അതായത് ഉയരം കൂടുന്നതോറും താപം കുറഞ്ഞു വരെയല്ലേ, അപ്പം -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയാണ് ചെയ്യുന്നത്. അപ്പം അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്, മീസോസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ മോസ്റ്റ് ഓഫ് മീറ്റിയേഴ്സ് that enter the Earth's atmosphere burn down in this layer. അതായത് ഭൂമിയിലേക്ക് ഉൽക്കകളൊക്കെ വരുന്നുണ്ട്. ആ ഉൽക്കകൾ വരുമ്പോൾ അത് കത്തിച്ചാരമാകുന്നത് ഏത് പാളിയിൽ വെച്ചിട്ടാണ്? മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ദിസ് റീജിയൻ എനേബിൾസ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. മനസ്സിലായോ? അതായത് റേഡിയോ തരംഗങ്ങളുടെ, അതായത് റേഡിയോ വേവ്സിൻ്റെ ദീർഘദൂര ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ, ദീർഘദൂര സംപ്രേഷണം ഈ പ്രദേശം സാധ്യമാക്കുന്നു, ഈ റീജിയൻ എനേബിൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ മീസോസ്ഫിയറിൽ പഠിച്ചത്? ദ അറ്റ്മോസ്ഫിയറിക് ലെയർ എക്സ്റ്റെൻഡ്സ് ഫ്രം അബൌട്ട് 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ അബവ് ദ സ്ട്രാറ്റോസ്ഫിയർ. ദ ഫിനോമിന ഓഫ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഈസ് പ്രസന്റ് ഇൻ ദിസ് ലെയർ ഓൾസോ. അതായത് ഹൈറ്റ് കൂടുന്നതോടും ചൂട് കുറയുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ നടക്കുന്നത്. അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 80 കിലോമീറ്റർ ഫ്രം ദ സർഫസ് ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ടു -100 ഡിഗ്രി സെൽഷ്യസ്. ദ ലോവർമോസ്റ്റ് ടെമ്പറേച്ചർ is in the atmosphere is experienced here. അപ്പോൾ ഏറ്റവും അതായത് ഓൾട്ടിറ്റ്യൂഡ് 80 കിലോമീറ്റർ ഒക്കെ എത്തണം ആ സമയത്ത് -100 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിട്ട് അത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ലോവർ മോസ്റ്റ് ടെമ്പറേച്ചർ ആയിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉൽക്കകളൊക്കെ മീറ്റിയേഴ്സൊക്കെ എർത്തിലേക്ക് പതിക്കണമെങ്കിൽ തൊട്ട് മുന്നേ ബേൺ ചെയ്തത് കരിഞ്ഞു പോകുന്ന അവസ്ഥയിലെത്തുന്ന അത് ഏത് ലെയറിൽ വെച്ചിട്ടാണ്? ഈ മീസോസ്ഫിയർ എന്ന ലെയറിൽ വെച്ചിട്ടാണ്. ദിസ് റീജിയൻ എനേബിൾസ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിൻ്റെ ദീർഘദൂര സംരക്ഷണം ഈ ഒരു റീജിയൻ അല്ലെങ്കിൽ ഈ ഒരു ലെയർ മീസോസ്ഫിയർ സാധ്യമാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ലെയറാണ് ഇത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ. ദ തെർമോസ്ഫിയർ ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ലൈസ് അബൌട്ട് 80 to 400 കിലോമീറ്റർ എബവ് ദ മീസോസ്ഫിയർ. അതായത് മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. അതായത് എന്താ ഇതിൽ പറയേണ്ടത്?
ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെയുള്ളത്. ദ ലോവർ പാർട്ട് ഓഫ് ദി തെർമോസ്ഫിയർ ഈസ് കോൾഡ് അയണോസ്ഫിയർ. ഇതിന്റെ താഴ്ന്ന ഭാഗത്തെ എന്ത് പറയുന്നു? അയണോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇതിന്റെ താഴ്ന്ന ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ പറയുന്ന പേരാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദിസ് റീജിയൻ എനേബിൾസ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. അത് തന്നെ, അത് നമ്മൾ മെസോസ്ഫിയറിൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ മേഖലയിലും റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര സംരക്ഷണം സാധ്യമാക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ലെയറാണ് ഇത്, 5th ലെയർ. 5ാമത്തെ ലെയർ ഏതാണ്? എക്സോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ, എക്സോസ്ഫിയർ. ഓക്കെ, ഇനി നമുക്ക് എക്സോസ്ഫിയറിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഇത്, എക്സോസ്ഫിയർ എന്ന് പറയുന്ന പാളി. ദ പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ് in the exosphere, which lies above 400 kilometers from the surface, gradually decreases and the layer becomes as a part of outer space. അതായത് 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി വായു തന്മാത്രകൾ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറാണ്. അതായത് ഈ ഭാഗം എന്ന് പറയുന്നത് ബഹിരാകാശത്തിന്റെ ഭാഗമാണ്. അപ്പൊ 400 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ പാളി. അപ്പോൾ വായു തന്മാത്രകളൊക്കെ അവിടെ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ബഹിരാകാശത്തിന്റെ ഒരു ഭാഗമാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലെ പാളിയാണ്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്താ പറയുക, അവിടെ വായു തന്മാത്രകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഏത് ഭാഗമാണ്? ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ലെയേഴ്സ് പഠിച്ചു. ഏതൊക്കെയാണ് 5 ലെയേഴ്സ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ലെയർ ഏതാണ്? ട്രോപ്പോസ്ഫിയർ, ദെൻ സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം നോട്ട് ചെയ്ത് പഠിക്കാതെ, കാരണം ഇത് സിമ്പിൾ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്, എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് പഠിച്ചേക്കും കേട്ടോ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ? എന്താ അതിൽ പറയേണ്ടത്? അതായത് ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? അതായത് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ഇത്, ട്രോപ്പോസ്ഫിയർ. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള പാളിയാണ് ഇത്, ട്രോപ്പോസ്ഫിയർ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് ഈ പാളിയിലാണ്. അതുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിന് ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് പറയുന്നത്. It's the lowermost layer of the atmosphere. Dust particles and water vapor are most abundant in this layer. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. Okay, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why the high altitude regions like ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ etc. feel cold? അതായത് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൂളിംഗ് ഒരു നേച്ചറാണ് അവിടെ ഉള്ളത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ എല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഉയരം കൂടുന്തോറും താപനില കുറയുന്നു എന്നതിനാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? ഓൾ ദീസ് പ്ലേസസ് മെൻഷൻ are high altitude places. As altitude increases, temperature decreases. That is the reason these places experienced a cold climate. Okay, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് പഠിച്ചേക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, ഓസോൺ, ദ എർത്ത് ഷീൽഡ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ രക്ഷാകവചമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഭൂമിനെ എർത്തിനെ അൾട്രാവയലറ്റ് കിരണങ്ങൾ അഥവാ അൾട്രാവയലറ്റ് റേസ് ഭൂമിയിൽ പതിച്ചിട്ടുണ്ടാകുന്ന കുറേ ദോഷങ്ങളുണ്ട്. അൾട്രാവയലറ്റ് രശ്മികൾ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ എർത്തിൽ നേരിട്ട് പതിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഹാമാണ്, ഇങ്ങനെയൊക്കെയാണ് ഹാം ആവുന്നത് നമ്മുടെ ഭൂമിക്ക്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ദോഷമായിട്ട് വരുന്നത്, എന്തൊക്കെയാണ് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. എന്തൊക്കെ ഉണ്ടാവുന്നത്? ക്രോപ്പ് ഡാമേജ്, അതായത് കൃഷിനാശം ഉണ്ടാവുന്നുണ്ട്. കൊളാപ്സ് ഓഫ് ദി ഫുഡ് ചെയിൻ, അതായത് ആഹാര ശൃംഖലയുടെ തകർച്ച, അല്ലേ? ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്, അതായത് തിമിരം എന്ന് പറയുന്നത്. പിന്നെ ഏർലി ഏജിങ്,
എന്താണ്, അകാല വാർദ്ധക്യം ഉണ്ടാകുന്നുണ്ട്. ദെൻ സ്കിൻ ക്യാൻസർ, ത്വക്കിലുണ്ടാവുന്ന ക്യാൻസർ അല്ലേ. സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, അതായത് സസ്യങ്ങളുടെ വളർച്ച മുരടിപ്പ്. പിന്നെന്താ ഉണ്ടാവുന്നത്, ബ്ലൈൻഡ്നെസ് അല്ലേ. ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ അന്ധതയാണ്. തിമിരം, അതൊക്കെയാണ് ഇതൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഹാം ചെയ്യുന്നത്. ഇതൊക്കെയാണ് എർത്തിന് ഹാംഫുള്ളാണ് ഇത് അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസോൺ എന്ത് ചെയ്യാണ്, ഈ അപകടകാരികളായ ഈ രശ്മികളെ ഭൂമിയിലെത്താതെ ഓസോൺ തടയുന്നത്. അതായത് ഈ അൾട്രാവയലറ്റ് രശ്മികളാണ് നമ്മുടെയൊക്കെ അപകടം ഉണ്ടാക്കുന്നത്. ആ അപകടകാരികളായ രശ്മികളെ ഭൂമിയിലെത്താതെ ഓസോൺ തടയുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഓസോൺ ലെയർ ഉണ്ടാവുന്നത്, ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അത് അന്തരീക്ഷത്തിലേക്ക് പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെയൊക്കെ തടയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള എന്താ പറയുക അന്തരീക്ഷ മലിനീകരണങ്ങളൊക്കെ അതൊക്കെ മാറിയാൽ തന്നെയാണ് ഈ ഓസോൺ പാളിക്ക് ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ വരും. അപ്പോൾ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് പതിച്ച് നമുക്ക് ഇതൊക്കെ ഉണ്ടാവും. ഇതുപോലെ തിമിരം, അതുപോലെ ആഹാര ശൃംഖലയുടെ തകർച്ച, സസ്യങ്ങളുടെ മുരടിപ്പ്, അകാല വാർദ്ധക്യം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ, അന്ധത, കൃഷിനാശം, ഇതൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അന്തരീക്ഷ മലിനീകരണം, അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ തടയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പ്ലാന്റ് നട്ടുപിടിപ്പിക്കൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പോൾ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി നോട്ട് ചെയ്തേക്കും കേട്ടോ. അതുപോലെ തന്നെ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് വേൾഡ് ഓസോൺ ഡേ എന്നാണ്. സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്തേക്കും കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആൻഡ് ദർ ഫീച്ചേഴ്സ് ആർ ഗിവൺ ബിലോ, മാച്ച് ദം അപ്രോപ്രിയേറ്റ്ലി. അത് നമ്മൾ മാച്ച് ചെയ്യണം. അപ്പം നിങ്ങളത് വായിച്ച് നോക്കുക. നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏതാണ് എക്സ്പോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, ഇതൊക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ നോക്കിയിട്ട് കറക്റ്റാണോ എന്നുള്ളത് നോക്കുക. ഓക്കെ. അപ്പോൾ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസർ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ അതേ ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മുടെ പാടെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Like, share, comment, and also enable the bell button to get the recent notifications.